ജമന്തി ജമന്തി വാ. ഓ നടുവിനല്ലോ കുഴപ്പമുണ്ടോ? നടുവേനല്ലോ ഉണ്ടാന്ന്. എന്താ പിന്നെ കുഞ്ഞിന് തൂത്തൂടെ ഇവിടെയൊക്കെ? ഞാനിപ്പോ തൂത്തതേ ഉള്ളു. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങിയേ. എന്നിട്ട് രാവിലെയൊക്കെ പോകുന്നു? താമസിച്ചു പോകാൻ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ല, ഒരു പൊതുജന സേവകനാണ്. എന്താ പരിപാടി? മറ്റേ ലോക്സഭാ ഇലക്ഷൻ വരെയല്ലേ, അണികൾക്കെല്ലാം ഒരു ചെറിയ ക്ലാസ് കൊടുക്കാന്ന്. എന്ത് നിനക്കങ്ങോട്ട് സഹിച്ചില്ല? അല്ലെ ആദ്യം പഞ്ചായത്തിൽ 10 വോട്ട് പിടിക്കാൻ നോക്കടാ, അതിനുശേഷം മതി ലോകസഭ രാജ്യസഭ എന്നൊക്കെ വലിയ സ്വപ്നങ്ങൾ. അല്ലേ നിന്നോട് വർത്താനം പറഞ്ഞാൽ എൻ്റെ മൂഡ് ചിലപ്പോൾ പോകും. വൈകിട്ട് ഞാൻ വന്നിട്ട് വേണമെങ്കിൽ ഇതിനുള്ള മറുപടി തരാം. പിന്നെ ഞാൻ സൂര്യ ഹോട്ടലായിട്ട് എന്താ പ്രശ്നം? അവന്മാരുടെ അടുത്ത് കുറേ നാളായിട്ട് ഞങ്ങൾ പറയണേ വേസ്റ്റ് കൊണ്ടുവന്ന് പുഴയിൽ ഒഴുക്കല്ലെന്ന്. അത് നോക്കിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഒന്നാമത് വലിയൊരു പ്രളയം കഴിഞ്ഞ് നിൽക്കണം. ആകെ പുഴയും ഇതെല്ലാം ആകെ പ്രശ്നമായിട്ട് കിടക്കുക. അതുകൊണ്ട് ഞങ്ങൾ അതിനെ സംരക്ഷിക്കാനുള്ള മുഴുവൻ ചുമതലയും ഏറ്റെടുത്ത് കഴിഞ്ഞു. അല്ല ഈ പ്രളയം വന്ന സമയത്ത് കരയിലേക്ക് അടിഞ്ഞ കുറെ സാധനം ഉണ്ടായിരുന്നല്ലേ പുഴയെന്ന്, അത് വീണ്ടും തള്ളിയിടുന്നത് കണ്ടായിരുന്നു. നിങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ അവിടെ പോയിരുന്നു, അതാണ് സത്യം. പിന്നെ വേറെ കാര്യം, ഞാൻ പക്ഷെ അറിഞ്ഞ അതല്ല. നീ എന്തോ അറിഞ്ഞത്? നിങ്ങൾ പിരിവ് വെച്ച പൈസ തന്നില്ലെന്നാ, അതിന്റെ വാശി തീർക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്തെന്നാ ഒക്കെയാണ് നമ്മൾ അറിഞ്ഞത്. നീ അങ്ങനെയാണ് അറിഞ്ഞെങ്കിൽ നീ അതങ്ങ് വിശ്വസിച്ചാൽ മതി കേട്ടാ. പിന്നെ ഇനിയിപ്പോൾ നിനക്കത് ക്ലിയർ ചെയ്ത് തരാനുള്ള ആവശ്യമൊന്നും എനിക്കില്ല. കളിക്കുന്നു അവലെ അവനൊന്നും വേറെ ഒരു പണിയില്ല എന്നുള്ള. പിന്നെ ഒരു കാര്യം, ഈ സൂര്യ ഹോട്ടലിന്റെ ഓണറുടെ അനിയൻ ഒരു കൊലക്കേസിലെ പ്രതിയാ, ഇപ്പൊ നാട്ടിലുണ്ട്. എന്ത് ഇതൊക്കെ ഞങ്ങൾ കുത്തും കൊലപാതകമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കേട്ടാ. ഇപ്പൊ കണ്ണി കുത്തു. അതായത് മൂടോടെ പുഴുന്നല്ലേ, അല്ലെങ്കിൽ നടക്കൂലേ? മൂടോടെ ഞാൻ പുഴുത് കളയൂടാ നിന്നെ ഒരു ദിവസം. പാർട്ടിയിൽ ജോലിയുള്ള അത് ഈ വീടല്ല, ദാ കാണുന്ന വീടാ. നാത്തൂനെ ഒന്നിങ്ങി വന്നേ. ഇങ്ങോട്ട് വാ. അതല്ല, ഇവിടെ ആള് വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാ. സൂര്യ ഹോട്ടലിൽ നടത്തുക. സൂര്യ ഹോട്ടലിൽ ഓ ആര് പറഞ്ഞു? പാർട്ടിയിൽ ജോലിയുള്ള. എന്തത്? ബിരിയാണിയാ. ബിരിയാണിയോ? നല്ല മണം നാത്തൂനെ. ബിരിയാണി. എന്താ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ വിശേഷം? ഇത് കൊറേ ഉണ്ട് കേട്ടാ. ഞാൻ ക്ലീറ്റോനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ക്ലീറ്റോ എവിടെയാ? അതെ, എന്തെവിടെ ബിരിയാണി കൊടുത്തു വിട്ടത്? എന്താ? അല്ല, മറ്റേ സൂര്യ ഹോട്ടലിൽ നിന്ന് ഇവിടെ തരാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞു. എങ്ങനെ? ഓ ഇല്ല ഇല്ല. അത് ശരി. എന്നാ ശരി ക്ലീറ്റോ. കൊടുക്കാം. ശരി ശരി. അതാണപ്പൊ കളി. എന്താ? സൂര്യ ഹോട്ടലുകാരെ ക്ലീറ്റോനെ സ്വാധീനിച്ചതായി കണ്ടേക്കണത്. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ അറിഞ്ഞില്ലേ? എവിടെന്ന്? അതല്ലേ രസം. ഇതിപ്പോ എന്താ സംഗതി എന്നറിയാമോ? ഇതിപ്പോ കൊണ്ടു തന്ന് ക്ലീറ്റോനെ അങ്ങ് സ്വാധീനിച്ചേക്കാൻ ശ്രമിച്ചേക്കുമല്ലേ. അതിന് ക്ലീറ്റോ അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. ഇത് ഇനിയിപ്പൊ കാശും കുറെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങും. ഇത് കൊറേ എത്ര രൂപയാവും നോക്ക്. 12 ബിരിയാണി. മണം വെച്ചിട്ട് തന്നെ കൊതിയാവും. എന്നാ പോയി കഴിച്ചോ. കൊതിച്ചിപ്പാറു. അമ്മേനോട് പറട്ടോ ക്ലീറ്റോ കൊണ്ടുവന്നാണെന്ന്. കഴിക്കാൻ ഡാഡി വരട്ടെ. ഡാഡി വരാതെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുവാണോ? ഡാഡി വരുമ്പോഴും ഇതുണ്ടാവും ഇവിടെ. ഇത് മുഴുവൻ നീ തന്നെ നിന്നോ. അടി നീ കയ്യൊക്കെ ഇട്ടത് ചീത്തായി പോവേണേ. ഒരു പണിക്കും പോകാണ്ട വീട്ടിലിരിക്കുകയാണ്. പെണ്ണ് കൊണ്ടുവരണത് തെണ്ടിച്ച് തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. ഒന്നുമില്ലായ്മയിൽ ഇങ്ങനെ തുടങ്ങി വന്നിട്ട് വലിയ നേതാക്കന്മാരാവുക.
അവന് പിടിപാടുണ്ട് എന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമില്ലേ? ആ കാര്യം നേടാൻ വേണ്ടിട്ട് കണ്ട അവന് ബിരിയാണിയെ വീട്ടിലേക്ക് കൊടുത്തയച്ച് ഇനി അവന് പണം കൊടുക്കും. അല്ല ചിലരങ്ങനെ വീട്ടിന് കൊള്ളത്തില്ല, നാട്ടിന് നല്ലവരാ. ഇങ്ങനെ നാടിന് നന്നാവുമ്പോ പിന്നെ വീട് നന്നാവുമല്ലേ? ആ പക്ഷെ കാര്യം എന്ത് പറഞ്ഞാലും അവൻ പിടുക്കന, അവൻ എന്തെങ്കിലും ആവും അവൻ. ചിലപ്പോ അറിയാനൊക്കത്തില്ല മനുഷ്യന്റെ കാര്യം. ആ എടി ക്ലീറ്റസ് എവിടെ? അവൻ ഈ ബിരിയാണി കൊടുത്തു വെച്ചിട്ട് അവൻ വന്നു നമുക്ക് ഒരുമിച്ച് കഴിക്കാറുന്നു. ക്ലീറ്റോന് തിരക്കല്ലേ, ക്ലീറ്റോ വരും. മണം കേട്ടിട്ട് എനിക്കും കൂടെ കഴിക്കണമെന്ന് തോന്നുന്നു. ഇവള് കഴിച്ചോ? ഞാൻ ഇച്ചിരി കഴിച്ചു ചേച്ചി, ഭയങ്കരമായിട്ട് കൊതി വന്ന്. ബാക്കി ഇനി ഏട്ടൻ വന്നിട്ട് കഴിക്കാം. അമ്മയ്ക്ക് കൊതിയാണെങ്കിൽ അമ്മ ഇച്ചിരി എടുത്ത് കഴിക്കേ. അല്ല അത് മുഴുക്കൻ നെയ്യും ഇറച്ചിയൊക്കെ അല്ലേ, അതുകൊണ്ടാണ് എനിക്കൊരു പേടി. ഇറച്ചി അങ്ങ് മാറ്റി വെച്ചിട്ട് ഇച്ചിരി ചോറങ്ങ് തിന്നൂടെ? ആ ഇറച്ചി അവിടെ മാറ്റി വെച്ചോ, ഞാൻ കഴിച്ചോളാം. ഇച്ചിരി തിന്നോർക്കൊന്നും കുഴപ്പമില്ല, അമ്മ കഴിച്ചോ? അല്ല ഈ ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴേ കുറച്ച് പാനീയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കാനൊരു സുഖാണ്. പാനീയം എല്ലാവരും പോയിക്കോളണം അവിടുന്ന്. പാനീയം. ആ, ഇതെല്ലാരും കൂടെ. എല്ലാരും കൂടെ എന്താ മൊത്തം വിശേഷങ്ങളല്ലേ? എന്താ ഏട്ടാ, ഇന്ന് ഊണിനില്ലേ സ്പെഷ്യലാണ്. ക്ലീറ്റോ ചേട്ടന്റെ വക നല്ല ഉഗ്രം ബിരിയാണി. അതെന്താ അതെന്താ നിനക്ക് ഇത്ര പുച്ഛം? ക്ലീറ്റോന് എന്താ ബിരിയാണി പിടിക്കാൻ പറ്റില്ലേ? ഒന്നും രണ്ടൊന്നും അല്ല, 10-12 ബിരിയാണി കിറ്റുണ്ട്. സംഭവിക്കാറില്ല. ആ കനകനല്ല ക്ലീറ്റോ, അത് ഓർത്തോ. എടാ ഒരു മുട്ടുസൂചി മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഞാൻ മേടിച്ചു തന്ന മുട്ടുസൂചി നീ എന്ത് ചെയ്തു? അങ്ങനെ ചോദിക്കുന്ന ഒരുത്തനാ നീ. എന്റെ ക്ലീറ്റോ അങ്ങനെ അല്പനല്ല. സത്യമാടാ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം ചെയ്യ്, ഉച്ചക്ക് ലീവ് എടുക്ക്, ബിരിയാണി കഴിപ്പങ്ങോട്ട് ഉഷാറാക്കാം. പിള്ളേരെ ഭക്ഷണാക്കാനായിട്ട് കയറി വന്നു. ഇല്ലല്ല, എന്നെ ചീത്താക്കി അടങ്ങൂ ചുമ്മാ. എടി ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് പോകുന്നില്ലമ്മ. അല്ല പൊതി ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പാസിലൂടെ വെച്ചേക്കണേ. അല്ലമ്മ, ഇനിയിപ്പോ ഉച്ചയ്ക്കില്ല, അവനും അങ്ങ് പോയി വീട്ടിലോട്ട് പോയി. പണിയൊക്കെ നമ്മള് എല്ലാം റോഡ് ഇനിയിപ്പോ ജോലിയൊന്നും ഇല്ല. ആ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാ. അമ്മാവൻ പറഞ്ഞ കാര്യത്തിനാണെങ്കിൽ നടക്കൂല കേട്ടോ. ഇനി അതിനും കൂടി മുടക്കാൻ ക്ലീറ്റോന്റെ ഇല്ല. അയ്യോ, ബിരിയാണി കഴിക്കാനല്ലടേ ഞങ്ങള് ബിരിയാണി കഴിച്ചാൽ ജീവിക്കുന്നത് ഇടയ്ക്കൊക്കെ. വർഷത്തിൽ ഒരിക്കൽ ഒരു ബിരിയാണി, വർഷത്തിലല്ല ഈ 15 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഇവിടെ. അതിന്റെ പേരിൽ അവിടെ കൈ കിട്ടി നിപ്പുണ്ടല്ലേ അമ്മ, നല്ല കൂത്ത് തന്നെ. ഇനി ഇതാണ് പറഞ്ഞത്, ഇതാണ് കൊടുക്കാത്തത്, അട്ടയ്ക്ക് കണ്ണുകൊടുക്കാത്തത് കൊണ്ടാ. ചുമ്മാ ആവശ്യമില്ലാതെ വരുന്നത്. ആവശ്യമില്ലാത്തടത്തൊക്കെ ഇത് കുശുമ്പല്ലേ? കുശുമ്പാണ്. പിന്നെ ഞാൻ ഓരോ വിശേഷം അന്വേഷിക്കാൻ